എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു പോളിഷ് വർക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പുതുതായി വീട് വെക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട് ഡോറൊക്കെ എന്തായാലും നമ്മൾ പോളിഷ് വർക്കാണ് നിലവിൽ ചെയ്തു വരാറുള്ളത്. മിക്കവാറും വീടുകളിൽ പോളിഷ് വർക്കാണ് ചെയ്തു വരുന്നത്. വളരെ കുറഞ്ഞ വീടുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ച് വരാറുള്ളൂ. അപ്പോൾ തേക്കിൻ്റെ ഒക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ പോളിഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിനത്ര രൂപ ചിലവ് വരും. എങ്ങനെയാണ് അതിൻ്റെ പണി എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ ഇവിടെ നമ്മൾ തേക്കിൻ്റെ വാതിലും അതുപോലെ പ്ലാവിൻ്റെ കട്ടലയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടും വെവ്വേറെ രീതിയിലാണ് കാണുക. അപ്പോൾ നമ്മളത് രണ്ടും ഒരേ രീതിയിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തേക്കിൻ്റെ ഡോറ് അതുപോലെ തന്നെ പ്ലാവിൻ്റെ കട്ടിൽ നമ്മൾ എന്തായാലും നമ്മൾ പോളിഷ് ചെയ്യുന്ന സമയത്ത് നന്നായി ഉളി ഉപയോഗിച്ചിട്ട് ചീകിയതിന് ശേഷം മാത്രമേ പോളിഷ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇതിന് മുന്നേ തേപ്പ് പടവ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ മരത്തിൻ്റെ മുകളിൽ ഒരുപാട് സിമൻറ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉളി ഉപയോഗിച്ച് നനച്ച് ചീകിയെടുത്താൽ മാത്രമേ നമുക്ക് പോളിഷിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ പേപ്പർ ഇട്ട് ചെയ്യുന്നവരുണ്ട്, എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പോളിഷ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ചീകിയിട്ട് വേണം ചെയ്യാൻ. ചീകിയതിന് ശേഷം നമ്മൾ ഇവിടെ സീലർ അടിക്കും. നമ്മൾ 3 കോട്ട് സീലർ അടിച്ചാലാണ് നമുക്കൊരു അത്യാവശ്യം ഒരു ഫിനിഷിങ് നമുക്ക് പോളിഷ് വർക്കിന് കിട്ടുകയുള്ളൂ. നമ്മൾ എത്രത്തോളം സീലർ അടിക്കുന്നോ അത്രയും ഫിനിഷിങ് നമുക്ക് പോളിഷിന് കിട്ടുമെന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളിവിടെ വലിയ രീതിയിലല്ല, നമ്മളൊരു മീഡിയം രീതിയിലാണ് ഇവിടെ പോളിഷ് വർക്ക് ചെയ്തിട്ടുള്ളത്. 3 കോട്ട് സീലർ അതുപോലെ തന്നെ 1 കോട്ട് സ്ലീക്കുമാണ് ഇവിടെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടിലയും ഫ്രണ്ട് ഡോറും, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 3 കോട്ട് സീലറൊക്കെ അടിക്കാൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 3 ലിറ്ററോളം സീലർ വേണ്ടി വരും. അതുപോലെ സ്ലീക്ക് നമുക്ക് ഏകദേശം 1 ലിറ്റർ മതിയാവും. പോളിഷ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചീകിയതിന് ശേഷം 120ൻ്റെയോ 100ൻ്റെയോ റോൾ പേപ്പർ ഉപയോഗിച്ച് ആ കട്ടിലകൾ നന്നായി പേപ്പർ ഇടുന്നു. അതിനുശേഷം നമ്മൾ സീലർ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പുട്ടി ഇടാനുള്ള ഭാഗങ്ങളിലൊക്കെ പുട്ടി വെച്ചതിന് ശേഷം നമ്മൾ വാട്ടർ പേപ്പർ 120ൻ്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായി പേപ്പർ ഇട്ടതിന് ശേഷം വീണ്ടും 1 കോട്ട് സീലർ അടിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും 220ൻ്റെ പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം അവസാന കോട്ടായ 3-ാം കോട്ട് അടിച്ചത് ശേഷം 320ൻ്റെ റോൾ പേപ്പർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലീക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഫ്രണ്ട് ഡോറ് പോളിഷ് ചെയ്യുന്നത് നമുക്ക് മെറ്റീരിയലും കൂലിയും അടക്കം ഒരു 7000 രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.